സമവായ നീക്കത്തിനിടയിലും സമസ്തയിൽ അസ്വാരസ്യം തുടരുന്നു. സമവായ നീക്കം സംബന്ധിച്ച വാർത്തകളെ തള്ളി ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ശബ്ദ സന്ദേശം പ്രചരിച്ചത് വിവാദമായി. സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഹമീദ് ഫൈസിയാണെന്നും ശബ്ദ സന്ദേശം വന്നത് ശരിയായില്ലെന്നും MC മൈൻ ഹാജി വിമർശിച്ചു. അബ്ദുസമദ് പൂക്കോട്ടൂരും ഹമീദ് ഫൈസിക്കെതിരെ രംഗത്തെത്തി. കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണം സ്ഥിരീകരിച്ച് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പ്രസ്താവനയിറക്കി. സമസ്തയിലെ ലീഗ് അനുകൂല ലീഗ് വിരുദ്ധ വിഭാഗങ്ങൾക്കിടയിലെ സമവായ നീക്കത്തിന്റെ ഭാഗമായി 100ാം വാർഷിക സമ്മേളനം ഏകോപിപ്പിക്കാൻ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഇന്നലെ രൂപം നൽകിയിരുന്നു. സമ്മേളന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കായി സമിതിയായിരിക്കുമെന്നും തീരുമാനിച്ചു. ഇതിനെ തള്ളുന്നതായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഓഡിയോ സന്ദേശം. ഇങ്ങനെ സമിതി ഉണ്ടാക്കി എന്നല്ലാതെ ഈ സമിതി എല്ലാറ്റിൻ്റെ മീതെയാണോ താഴെയാണോ ഇടയിലാണോ എന്നൊന്നും അവിടെ തീരുമാനിച്ചിട്ടില്ല. ഈ കള്ള വാർത്തകൾ ചാനലുകൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഉദ്ദേശശുദ്ധില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നേതൃത്വത്തെയും ലീഗ് അനുകൂല വിഭാഗത്തെയും പ്രകോപിപ്പിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണം സ്ഥിരീകരിച്ച് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ തന്നെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. സമ്മേളനവുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൂടിയാലോചിച്ചാണ് കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. സമവായം ഉണ്ടായതിനു ശേഷമുള്ള പ്രതികരണത്തിനെതിരെ ലീഗ് അനുകൂല വിഭാഗം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. സംസ്ഥയിലെ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തന്നെ ഈ വ്യക്തിയാണ് കാരണമായിട്ടുള്ളത്. സംസ്ഥയിലെ പ്രശ്നങ്ങൾ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വിഷയങ്ങളൊക്കെ അവസാനിച്ചു എന്ന് നേതാക്കൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു വോയിസ് വന്നത്. നമ്മൾ സമൂഹത്തിന് സന്ദേശം കൊടുക്കുമ്പോൾ ആ സമിതി മുകളിലാണോ താഴെയാണോ ഇടയിലാണോ എന്ന പരാമർശങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല. ഇനി എന്തെങ്കിലും ആ സമിതി രൂപീകരിച്ചതിൽ ഏതെങ്കിലും മീഡിയകളിൽ തെറ്റായ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ സമിതിയിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങളെപ്പോലുള്ള മീഡിയകളെ വിളിച്ചു കൊടുത്താൽ അത് തീരുമാനിക്കും. മുഷാവർ അംഗം മുസ്തഫൽ ഫൈസിയുടെ സസ്പെൻഷൻ റദ്ദാക്കുന്നതിൽ ധാരണയായിട്ടില്ലെന്നും ഹമീദ് ഫൈസി പറഞ്ഞിരുന്നു. ഇതിനെയും ജിഫ്രി തങ്ങൾ പ്രസ്താവനയിൽ തള്ളി. മുസ്തഫൽ ഫൈസിയുടെ വിശദീകരണം ലഭിച്ച ശേഷം മുഷാവറ ചേർന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും ജിഫ്രി തങ്ങൾ പ്രസ്താവനയിൽ പറഞ്ഞു. സമസ്തയിലെ ഇരുവിഭാഗങ്ങൾക്കിടയിൽ തർക്കം സമ്മേളന പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് പോയതോടെയാണ് സമസ്ത ലീഗ് നേതൃത്വം ഉൾപ്പെടെ മധ്യസ്ഥ സമിതി രൂപീകരിച്ച് സമവായ നീക്കങ്ങൾക്ക് തുടക്കമിട്ടത്. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.